ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യത്വം എന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനാകുവാൻ നാം നൽകേണ്ടി വരുന്ന വിലകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പ്രിയരെ, യേശുവിനെ അനുഗമിക്കുക എന്നത് വെറുമൊരു ആവേശമല്ല, മറിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ്. ലോകം നൽകുന്ന സുഖസൗകര്യങ്ങളെക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അവനു വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുവാനും തയ്യാറാകുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. ലൂക്കോസ് 14:33 പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന്. അതെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ വലുതായി മറ്റൊന്നുണ്ടാകാൻ പാടില്ല. കുടുംബം, ജോലി, സുഹൃത്തുക്കൾ എന്നിവയേക്കാൾ ഉപരിയായി ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ ആദ്യ വില. ലൂക്കോസ് 14:26 യേശു പറയുന്നത് തന്നേക്കാൾ അധികമായി മറ്റൊന്നിനെയും സ്നേഹിക്കരുതെന്നാണ്. രണ്ടാമതായിട്ട്, സ്വയം ത്യജിക്കുവാനായിട്ട് നാം തയ്യാറാകണം. ഞാൻ എന്ന ഭാവത്തെയും സ്വന്തം ഇഷ്ടങ്ങളെയും ബലി കഴിക്കുന്നതാണ് സ്വയം ത്യജിക്കൽ. എൻ്റെ കഴിവും സാമർഥ്യവും എല്ലാം ദൈവത്തിൻ്റേതാണ് എന്ന് തിരിച്ചറിയണം. സ്വന്തം ലാഭത്തേക്കാൾ ദൈവത്തിന് മഹത്വവും പ്രാധാന്യവും നൽകണം. മൂന്നാമതായി, ലോകത്തിൻ്റെ വെറുപ്പ് നേരിടുക എന്നതാണ്. ലോകം യേശുവിനെ വെറുത്തതുപോലെ അവൻ്റെ ശിഷ്യന്മാരെയും വെറുക്കും. സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും നേരിടേണ്ടി വരും. ആ പരിഹാസങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് ഒരു ശിഷ്യൻ്റെ വില. നാലാമതായിട്ട്, നല്ല ഒരുക്കമുള്ളവരായിരിക്കണം. ഒരു ഗോപുരം പണിയുന്നവൻ അതിൻ്റെ ചിലവ് ആദ്യം കണക്കാക്കുന്നത് പോലെ ശിഷ്യനാകുവാൻ പുറപ്പെടുന്നവൻ അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായിരിക്കണം. പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവനല്ല, അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യന്മാർ. യേശുവിൻ്റെ ശിഷ്യന്മാരെ നോക്കുക. അവരിൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ തൊഴിലും കുടുംബവും സുരക്ഷിതമായ ജീവിതവും ഉപേക്ഷിച്ചവരാണ്. അങ്ങനെയാണ് യേശുവിനെ അനുഗമിച്ചത്. അവസാനം അവർ തങ്ങളുടെ ജീവൻ തന്നെയും ക്രിസ്തുവിനായി നൽകി. അവർ നൽകിയ ആ വിലയാണ് ഇന്ന് ലോകമെമ്പാടും സുവിശേഷം പടരാൻ കാരണമായത്. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തന്നു. കല്ലേറ് ഏറ്റു മരിക്കുമ്പോഴും തന്നെ കൊല്ലുന്നവർക്കായി പ്രാർത്ഥിച്ച അവൻ ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്ഷമയും പൂർണ്ണമായി ഉൾക്കൊണ്ട ശിഷ്യനായിരുന്നു. കർത്താവിൽ പ്രിയരെ, ശിഷ്യത്വം വിലയുള്ളതാണ്, എന്നാൽ അതിൻ്റെ പ്രതിഫലവും അതിലും വലുതാണ്. ഈ ലോകത്തിലെ താൽക്കാലിക ലാഭത്തേക്കാൾ നിത്യമായ ദൈവരാജ്യത്തിലെ സന്തോഷമാണ് ശിഷ്യനെ നയിക്കുന്നത്. ക്രിസ്തുവിനായി എല്ലാം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകുന്നവൻ എല്ലാം നേടും. യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, എന്നാൽ അത് ഏറ്റവും അനുഗ്രഹീതമായ കാര്യമാണ്. നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ വെറുമൊരു വിശ്വാസിയാണോ അതോ ഒരു ശിഷ്യനാണോ? വചനത്തിൽ നിലനിൽക്കുവാനും സ്നേഹത്തിൽ വളരുവാനും ക്രിസ്തുവിനായി എല്ലാം സമർപ്പിക്കുവാനും നമുക്ക് തയ്യാറാകാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വചനത്തിലെ ആഴമേറിയ സത്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടതകളെ ഭയപ്പെടാതെ അങ്ങയോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങളും അങ്ങയുടെ ഹൃദയത്തിന് അനുസൃതമായിരിക്കണമേ. ലോകത്തിൻ്റെ പരിഹാസങ്ങളേക്കാൾ അങ്ങയുടെ അംഗീകാരത്തിനായി കൊതിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ ശിഷ്യന്മാരായി ജീവിച്ചു മരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.